നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കില്ല. പറയണ്ട. ശരിയാ. ഫസ്റ്റ് ഇപ്പൊ എന്താ നിന്റെ ചോദ്യം? നീ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാത്തെന്ന് വെച്ചാൽ നമുക്കൊരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റുമോ? നീ എന്താ ഞാൻ നിന്നെ വിശ്വസിച്ചുള്ള തെണ്ടി ഞാൻ പടത്തിന് പോയെന്ന് പറയാൻ പറ്റുമോ? എന്താ അവന്റെ നമ്പറോ മൊബൈൽ നമ്പറോ ഞാൻ അയച്ചു തരാം. പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ ഈ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസ് അറിയിക്കുക ആ പടം ഒറ്റിട്ട് വരണം. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മാൻ എന്ന സിനിമ. പൊന്മാൻ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊടുത്തതിന് ശേഷം അങ്ങനെ വിചാരിച്ച് പലരും തിയേറ്ററിന് പോയില്ല. ആ പടം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൽ ഏറ്റവും ബെസ്റ്റ് മുന്നോട്ട് അത് പലരുടെ എന്ന് വെച്ചാൽ നിന്റെ അഭിപ്രായം യുനാനിമസ്. പറയണ്ട. ശരിയാ. അതാ പറഞ്ഞേ ഫസ്റ്റ് ഇപ്പൊ എന്താ നിന്റെ ചോദ്യം? എന്താ നീ മനസ്സിലായി? എടാ അത് അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവർ പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്ക് ഓരോ ബുദ്ധി ആലോചനയല്ലേ. അത് നീ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാത്തെന്ന് വെച്ചാൽ നമുക്കൊരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റുമോ? നീ എന്താ ഞാൻ നിന്നെ വിശ്വസിച്ചുള്ള തെണ്ടി ഞാൻ പടത്തിന് പോയെന്ന് പറയാൻ പറ്റുമോ? എടാ നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്കിപ്പോ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണോ പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അതാ പറഞ്ഞ അത്രേ ഉള്ളൂ റിവ്യൂവിന്റെ കേസിൽ. സിമ്പിൾ അല്ലേ? റിവ്യൂവിന്റെ കേസിൽ നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോണേ? ചിലപ്പോ ആയിരിക്കും, നിന്റെ കേസിലല്ല. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കുക എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റായിട്ട് റിവ്യൂ? ഞാൻ റിവ്യൂ അല്ല. നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കില്ല. അത്രേ ഉള്ളൂ. റിവ്യൂ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് റിവ്യൂ എന്തിനാന്ന് നിനക്കറിയാമോ? എന്തിനാ ഇതെല്ലാം ഒരു എടാ നീ ചോദിച്ചെന്ന് വെച്ചാ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പിന്നെ ഇപ്പൊ നമ്മൾ OTT കേസ് നീ ചോദിച്ചാല് OTT വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയാമോ, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല. കാണാത്ത സിനിമ ഞാൻ OTT അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായ സിനിമയാണ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTT വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ എനിക്കൊന്ന് അശ്വനിൻ്റെ അടുത്ത് ആരോട് തന്നെ സംസാരിക്കുക, ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വൻ തന്നെ പറഞ്ഞു, ആരോ ഏതോ റിവ്യൂവർ തന്നെ പറഞ്ഞത് ഞാൻ തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു പരിപാടി വേറെ തന്നെയാണ് എന്നുള്ളത്. അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസിന്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ പോസ് നമുക്ക് എല്ലാ പാളിച്ചകളും മനസ്സിലാവും. നമ്മൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടില്ലേ പല സിനിമകളും കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തതെന്ന് നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ചിലപ്പോൾ എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരെന്താ പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണില്ല, നിനക്ക് കൊള്ളാം എത്ര. അതിനെ കുറിച്ച് പറയണോ? ഒരെണ്ണം മര്യാദ ഓടുമ്പോ അതും കൂടെ എന്താ അവന്റെ നമ്പറോ മൊബൈൽ നമ്പറോ
ഞാൻ അയച്ചു തരാം.